പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ ഈശോ മിശിഹായുടെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ത്യാഗത്തോടു കൂടിയുള്ള പ്രാർത്ഥന. വളരെ ശക്തിയുള്ളതാണ്. വയനാട്ടിലെ ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ലീലാമ്മ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ അഭിഷേകാഗ്നി ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മകനെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മോൻ 17 വയസ്സ് വരെ അൾത്താര ബാലനായും 17 വയസ്സ് വരെ ഓൾട്ടർ ബോയ് അൾത്താര ബാലൻ 1.5 വർഷം കപ്പ്യാരായും സേവനം ചെയ്തു ഞങ്ങളുടെ ക്രിസ്ത്യൻ അത് പറഞ്ഞാൽ അൾത്താര ചുറ്റുമുള്ള ജീവിതമായിരുന്നു അവന്റെ ജീവിതം. അതെ. പിന്നെ അവൻ 9 വർഷം പ്രാർത്ഥനയില്ല, പള്ളിയില്ല, ബന്ധങ്ങളില്ല, സ്വന്തങ്ങളില്ല, വിശ്വാസമില്ല, കുർബാനയില്ല, കുമ്പസാരയില്ല. അവൻ്റെ എല്ലാം അവൻ്റെ കൂട്ടുകാരായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ജീവിത പങ്കാളി അപ്രതീക്ഷിതമായി മരിച്ചുപോയി. വേർപാടിൻ്റെ ദുഃഖവും ഒറ്റപ്പെടലിൻ്റെ വേദനയും മകനെക്കുറിച്ചുള്ള ദുഃഖവും കൂടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു. കൂടുതൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ഇനി ഒരിക്കലും കഴിക്കില്ല എന്ന് ഞാൻ ഈശോയ്ക്ക് വാക്കുകൊടുത്ത് പ്രാർത്ഥിച്ചു. ഈശോയെ, എന്തൊരു ത്യാഗമാണ്. ജീവിക്കുന്ന ബലി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ കഴിഞ്ഞ മുന്നത്തെ മാസം തോന്നുന്നു ഒരു സാക്ഷ്യം കേൾക്കുന്നു. 2 വർഷം മുൻപ് അപ്പനെ നഷ്ടപ്പെട്ടിട്ട് ആ ഫാമിലി വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അപ്പനെ തിരിച്ച് കണ്ടെത്തിയ സംഭവം. ഭർത്താവ് നഷ്ടപ്പെട്ട 2.5 വർഷം ആര് തിന്ന ചേച്ചി പറഞ്ഞു, നിങ്ങൾ ഓർക്കണില്ലേ? കുറവലങ്ങാട് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മാതാവ് രാത്രിക്ക് പ്രത്യക്ഷപ്പെട്ട് ഭർത്താവിനെ തിരിച്ചു കൊണ്ട് കൊടുത്തത്. ആ സാക്ഷി ഇവിടെ പ്ലേ ചെയ്തത് വയനാട്ടിൽ നീ അമ്മ വന്നപ്പോൾ 2.5 മാസം മുമ്പ് കേട്ടു. ആ സാക്ഷ്യം എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ ആ സമയം മാതാവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മാതാവേ, എൻ്റെ മകനെ നഷ്ടപ്പെട്ടിട്ട് 9 വർഷമായി. അമ്മ മകനെ കാണാതെ 3 ദിവസം അന്വേഷിച്ചിട്ട് വിഷമിച്ച് അതേ സങ്കടത്തിലൂടെയാണ് വിധവയും പാപിയുമായി ഞാനും കടന്നു പോകുന്നത്. ഈ ലോകത്തിൻ്റെ ഒരു സൗഭാഗ്യങ്ങൾക്കും വേണ്ടിയല്ല ഞാൻ അമ്മയോട് യാചിക്കുന്നത്, അമ്മയുടെ നാമം മഹത്വപ്പെടാൻ. അമ്മേ, എൻ്റെ മകനെ തിരിച്ചു തരണമെന്ന് ഒറ്റ ചങ്ക് പൊട്ടി കരച്ചിലാണ്. അതെ, അവനെ എനിക്ക് ദേവാലയത്തിൽ കണ്ടെത്തണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാർച്ച് 1 ഇവിടെ വന്നു. അതേ ആവശ്യം പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിലെത്തി. 4-ാം തീയതി ഇടവകയിൽ ധ്യാനം തുടങ്ങി. എന്നെക്കാളും തീഷ്ണതയോടെ അവൻ ആ 4 ദിവസം ധ്യാനത്തിൽ ആത്മാർത്ഥതയോടെ പങ്കെടുത്തു. 9 വർഷം വിശ്വാസമില്ല, കുർബാനയില്ല, പ്രാർത്ഥനയില്ല, കുമ്പസാരയില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല, അമ്മയില്ല, കൂടപ്പിറപ്പില്ല, കൂട്ടുകാർ മാത്രം അങ്ങനെ നടന്നിരുന്ന മകൻ ഈ അമ്മ പ്രാർത്ഥിച്ച് അവര് നോക്കുമ്പോൾ എന്താ, ആ ഇടവക ധ്യാനത്തിൽ ഈ അമ്മയേക്കാൾ തീഷ്ണതയോടെ അവൻ പങ്കെടുത്തു. മാതാവ് വീണ്ടും എന്നോട് എനിക്ക് അനുഗ്രഹം തന്നു. കഴിഞ്ഞ മാർച്ച് 16-ാം തീയതി ഇവിടെ നടന്ന യുവജന ധ്യാനത്തിൽ അവനെ മാതാവ് ഇവിടെ കൊണ്ടെത്തിച്ചു. യുവജന ധ്യാനത്തിൽ 5 ദിവസം ഇവിടെ വന്നു കൂടി. ഭയങ്കര ദൈവ അനുഭവമായിട്ട് അവൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത്. അവിടെ വന്നിട്ട് എന്നോടൊരു അനുഭവം പങ്കുവെച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിലേക്ക് സ്പർശിച്ചു. അവൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ ആവേശമുണ്ടായ ഒരു സംഭവം, കൊച്ചിയിൽ ക്രിക്കറ്റ് കളി കാണാൻ പോയപ്പം 50,000 ജനങ്ങളുടെ മധ്യത്തിലിരുന്ന് കൂക്കി വിളിക്കുമ്പോഴുള്ള ആവേശമായിരുന്നു എന്ന്. പക്ഷേ അത് തിരുത്തിക്കൊണ്ട് അതിൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ആവേശം ആരാധനയാണെന്ന് അവന് ബോധ്യം. തിരിച്ചു വന്ന അമ്മയുടെ അനുഭവം പറഞ്ഞത്. ഹല്ലേലൂയ. നോക്കിയ അവരുടെ അനുഭവം. അതായത് ഈ ആ മകൻ ആദ്യം പറഞ്ഞ അമ്മയോട് ചെന്ന് അനുഭവം പറയുകയാണ്, എൻ്റെ അമ്മ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ആവേശമായി തോന്നിയത് ആ സ്റ്റേഡിയത്തിലിരുന്ന് 50,000 പേരുടെ കൂടെ ഇരുന്ന് ക്രിക്കറ്റ് കളി കണ്ടിട്ട് കൂക്കി വിളിച്ച് ചാടി എഴുന്നേറ്റ് കൈയടിക്കുന്ന ആ സമയത്തുള്ളതാണ് ഏറ്റവും വലിയ അനുഭവം എന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദ ഹാപ്പിയസ്റ്റ് മോമെൻറ്റ്. പക്ഷേ ആ ധ്യാനം കഴിഞ്ഞ് എന്നിട്ട് ഈ മകൻ പറയുകയാണ്, എൻ്റെ അമ്മ അതൊന്നും അല്ല അമ്മ, ഏറ്റവും ജീവനുള്ളതായി എനിക്ക് തോന്നിയത്
പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കുമ്പം ആ കുർബാനയുടെ മുമ്പിൽ നിന്നിട്ട് കൈ ഉയർത്തി യേശുവേ എന്ന് വിളിക്കുന്ന വിളി, അതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ തീ പിടിപ്പിക്കണ അനുഭവം എന്ന് അമ്മയോട് ചെന്ന് ഈ വിശ്വാസത്തിൽ 9 വർഷം ദൈവമില്ലാതെ നടന്ന മകൻ അനുഭവം പറയുക. ഇപ്പം രാവിലെ രണ്ടുപേരും ഒരുമിച്ച് പള്ളിയിൽ പോകും. എല്ലാ ദിവസവും പള്ളിയിൽ പോകും. എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായി കഴിയുന്നു. എല്ലാ ദിവസവും വെളുപ്പിന കുർബാനയ്ക്ക് പോയി തിരിച്ചു വന്ന് കുർബാന സ്വീകരിച്ച് തിരിച്ചു വന്ന് വിശ്വാസ ജീവിതം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ ഒരു സാക്ഷി. ഈ അമ്മ വയനാട്ടിൽ നിന്ന് ഒരു ഏകദിന ധ്യാനത്തിന് ഇവിടെ വന്നപ്പോൾ ഈ അമ്മയെ അന്ന് ഒരു ദിവസം മുഴുവൻ ശുശ്രൂഷ ഉണ്ടായെങ്കിലും സ്പർശിച്ചത് ആ ഒരു ചേച്ചിയുടെ 2.5 മിനിറ്റ് ഒരു ടെസ്റ്റ് മണി സാക്ഷിയാണ്. ആ സമയത്ത് ഈ അമ്മ ഒരു തീരുമാനം എടുത്ത്, എൻ്റെ മകനെ ദേവാലയത്തിൽ എനിക്ക് തിരിച്ച് കണ്ടെത്തണം, അതിനു വേണ്ടിയും എല്ലാ പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടിയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തരുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഞാൻ വേണ്ടെന്ന് വെക്കുന്നു. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ വഴിയുള്ള മഹാത്ഭുതങ്ങളാണ് ദൈവത്തിൻ്റെ ജനം നമുക്ക് പകർന്നു തരുന്നത്. 2 കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തി. ഓ പരിശുദ്ധനെ, ഓ ബലവാനെ, അമർത്തനെ, പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, ഉറക്കെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ ആരാധന. പരിപാലകരേ, സർവശക്തനേ, പരിശുദ്ധനേ, അമർത്യനേ, പരിപാലകരേ, സർവശക്തനേ, ദൈവത്തിന്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനെ ആരാധന. ദൈവത്തിന്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനെ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, ദൈവരൂപിയേ അങ്ങേക്ക് ആരാധന, പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, ദൈവരൂപിയേ അങ്ങേക്ക് ആരാധന, ദൈവാത്മാവിനെന്നും ആരാധന, ദൈവാത്മാവിനെന്നും ആരാധന. 2 കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുക. പരിശുദ്ധാത്മാവേ, രാജാവേ, ഹൃദയങ്ങളെ സ്പർശിക്കുന്നവനെ, കുടുംബങ്ങളെ ഉണർത്തുന്നവനെ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു. രാജാവേ ആരാധന, ആരാധന. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ത്യാഗത്തോടു കൂടെയുള്ള പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ്. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 10-ഉം 11-ഉം തിരുലിഖിതങ്ങൾ. അനനിയാസ് എന്ന് പേരായ ഒരു ശിഷ്യൻ ഡമാസ്കസിലുണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു, അനനിയാസ്, അനനിയാസ്. അവൻ വിളി കേട്ടു, കർത്താവേ, ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഋജുവീഥി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ യൂദാസിൻ്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവുളിനെ അന്വേഷിക്കുക. അവൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് അനനിയാസിന് പ്രത്യക്ഷപ്പെട്ട് അനനിയാസിനോട് ദർശനത്തിൽ കർത്താവ് പറയുകയാണ്, അനനിയാസെ, അനനിയാസെ, നീ വേഗം എഴുന്നേൽക്ക്, നീ ഋജുവീഥി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് താർസോസുകാരൻ്റെ ആ ഭവനത്തിൽ നിന്ന് സാവുളിനെ അന്വേഷിക്കുക. കാരണം അവനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്വർഗീയമായ ഇടപെടൽ ഉണ്ടായതിനു ശേഷം സാവുൾ ചെയ്തത് എന്താ? ജലപാനം പോലും എന്ന് പറഞ്ഞാൽ വളരെ ത്യാഗത്തോടെ, ഉപവാസത്തോടെ, കണ്ണുനീരോടെ അവൻ താർസൂസുകാരനായ ശമയോൻ്റെ വീട്ടിൽ പ്രാർത്ഥനയിലാണ്. വലിയ പരിത്യാഗത്തിൻ്റെ പ്രാർത്ഥനയിലാണ്.
വലിയ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയിലാണ്, വലിയ ത്യാഗത്തിൻ്റെ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അനനിയാസിനെ അയക്കുകയാണ് സാവൂളിൻ്റെ അടുത്തേക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുനീരോടുള്ള പ്രാർത്ഥന, ത്യാഗത്തോടുള്ള പ്രാർത്ഥന, വേദനിച്ചുള്ള പ്രാർത്ഥന, പരിഹാരം ചെയ്തുള്ള പ്രാർത്ഥന വലിയ വിലയുള്ളതാണ്. എൻ്റെ സഹപ്രവർത്തകനായ സാംസൺ അച്ഛന് ഈ കാര്യത്തെക്കുറിച്ച് കർത്താവ് അളവറ്റ ജ്ഞാനം നൽകിയിട്ടുണ്ട്. ഷെയറിങ്ങിന് വേണ്ടി സാംസൺ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വട്ടായലച്ചൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ത്യാഗത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഉത്തരവുണ്ട് എന്ന് എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട്, അതിൽ അതിശക്തമായ വിശ്വാസമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിളിൽ ഈശോ തൻ്റെ പിതാവിൻ്റെ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ താൻ പിറ്റേ ദിവസം ശരീരത്തിൽ ഏൽക്കുന്ന പീഡകളും സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഈശോ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് നാം കാണുന്നുണ്ട്. അവിടെ ഈശോ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 39 മുതൽ 44 വരെയുള്ള തിരുലിഖിതങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണും, ഈശോ അവിടെ ചെന്നിട്ട് ഉറങ്ങുകയോ ചുമ്മാ ഇരിക്കുകയോ അല്ല ചെയ്തത്. 41-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരെ മാറി നിന്ന് മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരെ മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ 39-ാമത്തെ തിരുവചനം, അവിടെയും ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഈശോയാണ് കാണുന്നത്. അവിടെ നാം കാണുന്നു, അവൻ അല്പദൂരം മുൻപോട്ട് വന്ന് കമന്നു വീണ് പ്രാർത്ഥിച്ചു. ലൂക്കാസ് സുവിശേഷം പറയുകയാണ് ഈശോ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുകയാണ് ഈശോ കമഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 36-ാമത്തെ തിരുവചനം പറയുന്നു, അവൻ അല്പദൂരം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയയുടെ ദൈവമക്കളെ, ഈ 3 വചനങ്ങളിലും നാം കാണുന്നത് ഈശോ കമഴ്ന്നു വീണും നിലത്ത് വീണും മുട്ടയിൽ നിന്നും പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, അപ്പാ എനിക്ക് ഈ മണിക്കൂറുകളെ നേരിടാനുള്ള ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ ഇവിടെ കാണുകയാണ്. പിറ്റേ ദിവസം നമുക്കറിയാം, ഈശോ ശരീരത്തിലേക്ക് പീഡകൾ ഏറ്റുവാങ്ങുമ്പോഴും മുൾക്കിരീടം ധരിക്കുമ്പോഴും മുഖത്ത് തുപ്പുമ്പോഴും അവർ ഒരു പരിഹാസ രാജാവായി ഈശോയെ വലിച്ചിഴച്ച് കാൽവരി മലയുടെ നിറയിലേക്ക് കൊണ്ടുപോകുമ്പോഴും മുഖത്ത് വലിയ പുഞ്ചിരിയോടുകൂടെ പരിശുദ്ധാത്മാവിൻ അഭിഷേകത്താൽ ദൈവത്തിൻ്റെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് കുരിശിനെ ഏറ്റുവാങ്ങുന്ന കർത്താവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനമെല്ലാം നാം വായിച്ചു. തുടർന്ന് നമ്മൾ ഈശോയെ പീഡകൾ സഹിച്ച് കുരിശിൽ തറച്ച് കൊണ്ടുപോയി അടക്കം ചെയ്തു. അപ്പോൾ ഫരീസീനും നീമഞ്ചരും ഈശോയെ അടക്കം ചെയ്തവരും ഈശോയെ ബന്ധിച്ചവരും ഈശോയെ കരണത്തടച്ചവരും മുഖത്ത് തുപ്പിയവരും തട്ടഹസിച്ചു. അവർ മുഖത്ത് നോക്കി ഈശോയോട് ചോദിച്ചായിരുന്നു, നീ ദൈവപുത്രനാണോ? എങ്കിൽ നീ അത്ഭുതം പ്രവർത്തിക്കുക. അപ്പോഴും അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ ഈശോയ്ക്ക് കഴിഞ്ഞു. കാരണം ഈശോ തൻ്റെ പിതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് എന്ത് വേദന സ്വീകരിക്കാനും ഉള്ള ശക്തി, അഭിഷേകം സ്വർഗത്തിൽ നിന്ന് സ്വീകരിച്ചിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ഈ വചനം അനുസരിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി അവസാനം എല്ലാവരുടെയും കണ്ണടയ്ക്കാൻ തക്ക വിധത്തിൽ ഈശോ ഉദ്ധിതനായി നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്ന് എല്ലാവരുടെയും വായടയ്ക്കുന്ന ഒരു അഭിഷേകം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, ഈശോ ദൈവപുത്രനായിരുന്നിട്ട് പോലും തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റെടുക്കാൻ പോകുന്ന സഹനത്തെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മൻ്റെ അഭിഷേകത്താൽ ശക്തിയാൽ ആ വേദനകളെ ഏറ്റെടുക്കാൻ വേണ്ട കൃപ ഈശോ നേടിയെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ അതിൽ 25-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? സകലരുടെയും കണ്ണുനീർ അവിടെ നിന്ന് തുടച്ചു നീക്കും. സകലരുടെയും കണ്ണുനീർ അവിടെ നിന്ന് തുടച്ചു നീക്കും. ആരെല്ലാം കണ്ണുനീരോടെ കർത്താവിന് സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ആ കണ്ണുനീർ ഉത്തരമുണ്ട്. വീണ്ടും
ജെറമ്യ പ്രവാചന പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. കണ്ണുനീരോടെയും വേദനയോടും കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കും. ഒരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ, ചരലെ മുട്ടുകുത്തി നിന്നോ കരങ്ങൾ വിരിച്ചോ അല്ലെങ്കിൽ നിലത്ത് കിടന്ന് ഉരുണ്ടോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് അപ്പോൾ തന്നെ ഉത്തരവുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നു സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകത്തിൽ 1-ാം അധ്യായം മുഴുവൻ ഒരു ദൈവ പൈതലിൻ്റെ കണ്ണുനീരോടെയുള്ള ത്യാഗത്തോടെയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കാണുക. മക്കളില്ലാത്ത വേദനയെ തുടർന്ന് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരാൻ പോലും ബുദ്ധിമുട്ടി വേദനിച്ച് തൻ്റെ സങ്കടങ്ങളെല്ലാം ഒതുക്കി ആരും കാണാതെ ദേവാലയത്തിനുള്ളിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി നമ്മൾ കാണും. ഹന്ന എന്ന് പറയുന്ന സഹോദരി, അവൾ പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ പിതാവേ പിതാവേ അപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവ പുറത്തേക്ക് പുറപ്പെടുവിക്കുന്ന വാക്കുകൾക്ക് പോലും ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്തോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഉള്ളിലുള്ള സങ്കടം മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന ഹന്നായെ പുരോഹിതൻ കാണുന്നത് ലഹരി പിടിച്ച ഉന്മത്തയായ ഒരു സ്ത്രീയെ പോലെയാണ്. ആ പുരോഹിതൻ വന്നിട്ട് പറയുകയാണ്, നീ ഉന്മത്തയാണെങ്കിൽ പുറത്തു പോവുക. അപ്പോൾ ഹന്ന ആ പുരോഹിതൻ്റെ മുഖത്ത് നോക്കി പറയും, ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ ലഹരി കഴിച്ചിട്ടില്ല, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ സങ്കടങ്ങൾ കണ്ണുനീരോടെ ഞാൻ കർത്താവിന് മുമ്പിൽ ചൊരിയുകയാണ്, കർത്താവിന് മുമ്പിൽ പകരുകയാണ്. ആ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹന്നായ്ക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത് വിശുദ്ധ വചനത്തിൽ നാം കാണുന്നുണ്ട്. ഇവിടെയെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ ദൈവം ഉത്തരവരുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഹാഗാർ എന്ന് പറയുന്ന സ്ത്രീ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി മരുഭൂമിയിൽ കിടത്തിയിട്ട് കുഞ്ഞിൻ്റെ ഓപ്പോസിറ്റ് തിരിഞ്ഞിരുന്ന് കരയുമ്പോൾ അപ്പോൾ തന്നെ ദൈവം ഒരു ദൂതനെ അയച്ച് ആ കുട്ടിയെ സംരക്ഷിക്കുന്നത് കാണുന്നുണ്ട്. കണ്ണുനീരോടെ വിലയോ കൊടുത്ത് മുട്ടുകുത്തിയോ കരങ്ങൾ വിളിച്ചോ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യന് അപ്പോൾ തന്നെ ഉത്തരവുണ്ട്. ഇത് പറയുമ്പോൾ അച്ഛനൊരു സംഭവം ഓർക്കുകയാണ്. ഞാൻ 2 സിസ്റ്റർമാർ എന്നൊരു സംഭവം പറഞ്ഞത് ഓർക്കുകയാണ്. ആ സംഭവപ്രകാരമാണ്, അവർ ഇന്ത്യയിൽ ഗുജറാത്തിൽ ഏതോ ഒരു ഗുഡ്സ് ദേശത്ത് അവർ ശുശ്രൂഷ ചെയ്യുകയാണ്. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഫോണില്ല, ആ ദേശത്ത് ഒന്നും അവർക്ക് മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഒരു കാലഘട്ടം. അപ്പോഴാണ് ഒരു സിസ്റ്ററിൻ്റെ അപ്പൻ വീട്ടിൽ മരിക്കുന്നത്. ആ മരിച്ച വിവരം എങ്ങനെയോ അവരെ അറിയിച്ചു. ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവർ കോൺവെന്റിൽ നിന്ന് അല്പം വസ്ത്രങ്ങളും ഒക്കെ എടുത്ത് അവർ അടുത്ത ഒരു സ്റ്റേഷനിലേക്ക് കുറേ കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ ഈ സ്റ്റേഷനിൽ എത്തിച്ചേരുകയുള്ളൂ. അവരുടെ കണക്കുകൂട്ടുകളെല്ലാം തെറ്റി. അവർ വന്ന് ഈ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും അവർക്ക് പോകാനുള്ള ട്രെയിൻ അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. ഇനി അവർക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ പിറ്റേ ദിവസം നേരം വെളുക്കണം അവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ. അപ്പോഴവർ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ഇങ്ങനെ അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു രാത്രി മുഴുവൻ അവർക്ക് പൂർത്തിയാകണം. ഇവർ 2 പേർ മാത്രമേ ഉള്ളൂ. അങ്ങനെ വലിയ ആൾ തിരക്കൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേഷനാണ് അവിടെ. അങ്ങനെ നേരം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഈ 2 സിസ്റ്റേഴ്സും തനിയെ ആണെന്ന് കണ്ടുകൊണ്ട് ഇതാ 2 ചെറുപ്പക്കാർ ഇവരെ ആക്രമിക്കാനായിട്ട് അവരുടെ പരിസരത്തിന് വന്ന് നിൽക്കുകയാണ്. ആളുകളൊക്കെ ഒന്ന് മാറിയിട്ടായിരിക്കും ഇവർ ആക്രമിക്കുക. ഇവർക്ക് മനസ്സിലായി, ഈ 2 ചെറുപ്പക്കാർ ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ്, ഞങ്ങളുടെ മുമ്പിൽ മരണമാണ്, എന്തു ചെയ്യും? എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ആരും സഹായിക്കാനില്ല, കയ്യിൽ ഫോണില്ല, ആരെയും വിളിക്കാനില്ല. അങ്ങനെ ഇവർ സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് അടുത്ത് നിന്ന സഹോദരി സിസ്റ്റർ പറയാണ്, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, ഈശോ നമ്മളെ സഹായിക്കും. അപ്പോൾ ആ നിമിഷം അവർ ആ റെയിൽവേ സ്റ്റേഷനിൽ അവരിയ്ക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് ആദ്യം പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ ആര് നോക്കുന്നോ ആര് കാണുന്നോ അവർ നോക്കിയില്ല. മുട്ടുകുത്തി 2 കരങ്ങളും വിരിച്ച് അവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു, ഈശോയെ ഞങ്ങളുടെ കണ്ണുനീര് കാണണമേ, ഇപ്പോൾ തുടർന്നുള്ള നിമിഷങ്ങൾ ഇരുട്ടാകും, ഞങ്ങൾക്ക് ആരും സഹായിക്കാനില്ല, ഈശോ വന്ന് ഞങ്ങളെ സഹായിക്കണം, അങ്ങ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരണം എന്ന് പറഞ്ഞവർ, കർത്താവേ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേലും ഞങ്ങളുടെ ശുശ്രൂഷയുടെ മേലും ഞങ്ങളുടെ സമർപ്പണത്തിൻ്റെ മേലും കരുണ ചൊരിയണമേ എന്നവർ പ്രാർത്ഥിക്കുക.
അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. നീണ്ട 2 മണിക്കൂർ മേലെ അവർ മുട്ടയെന്ന് എഴുന്നേക്കാതെ നിന്ന് പ്രാർത്ഥിച്ചു. മുട്ടയെന്ന് കൈ കഴിക്കുന്നുണ്ട്, കാല് വേദന എടുക്കുന്നുണ്ട്, എങ്കിലും അവർ അനങ്ങുന്നില്ല. കാരണം ഈശോ ഇടപെടണം, ഈശോയെ കാണാതെ, ഈശോയുടെ പ്രവർത്തനം കാണാതെ ഞങ്ങൾ എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു. 2 മണിക്കൂർ മുകളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഇതാ അവിടെ കുറേ പോലീസുകാർ എവിടുന്ന് വന്നു എന്ന് നമുക്കറിയത്തില്ല. അവരിപ്പോഴും പറയുന്നത് എങ്ങനെയാണ്, എവിടുന്ന് വന്നുവെന്നോ ആരറിയിച്ചതെന്നോ അറിയത്തില്ല. ഇതാ കുറച്ച് പോലീസുകാർ അവിടെ വന്നു. അവർ വന്നിട്ട് ഇവരോടൊന്നും ചോദിച്ചില്ല. അവരോട് കുറച്ച് ലേഡീസ് ആയിട്ടുള്ള പോലീസുകാരുണ്ടായിരുന്നു, വനിതാ പോലീസ് അവരുണ്ടായിരുന്നു. ഈ 2 പേരെ അവർ അറസ്റ്റ് ചെയ്തു. എന്ത് കുറ്റങ്ങൾ ചെയ്തിട്ടാണെന്ന് അവർക്കറിയത്തില്ല. ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ഇവർ പിടിച്ചുകൊണ്ട് പോയി. ഇവർ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു വനിതാ പോലീസ് തിരിഞ്ഞു വന്നിട്ട് ഈ സിസ്റ്റർമാരോട് ചോദിക്കണം, നിങ്ങളെന്താ അവിടെ ഇരിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ അപ്പം മരിച്ചുപോയി, ട്രെയിൻ നഷ്ടപ്പെട്ടു, നാളെ രാവിലെ ആകും ട്രെയിൻ. അപ്പോൾ ഈ വനിതാ പോലീസ് ഈ സിസ്റ്റേഴ്സിനോട് പറയാണ്, ഇതൊരു അപകടം പിടിച്ച സ്ഥലമാണ്, ഇവിടെ രാത്രി തനിച്ചിരിക്കുന്നത് അപകടമാണ്, ഇപ്പോൾ ഞങ്ങൾ പോകും, നിങ്ങളൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആ വനിതാ പോലീസ് അവിടെ നിന്ന്, ആ പോലീസുകാർ അവിടെ നിന്ന് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറയാണ്, നിങ്ങൾ ഈ സ്റ്റേഷനിൽ ചെറിയ മുറി ഞാൻ തരാം, വലിയ സൗകര്യമൊന്നുമില്ല, ഇവിടെ ഇരുന്നോ, നാളെ നേരം വെളുക്കുന്നവർ വരെ നിങ്ങളെ ആരും ഒരു ശല്യവും ചെയ്യുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സിസ്റ്റർമാർ പറയാണ്, 2 മണിക്കൂർ കരങ്ങൾ വീഴിച്ച് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച ആ നിമിഷം മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രകാരമാണ്, ഈശോയെ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇറങ്ങി വരണം. കണ്ണുനീരോട് പ്രാർത്ഥിച്ചു, കരങ്ങൾ താഴ്ത്തിയില്ല, മുട്ടയിൽ എഴുന്നേറ്റില്ല. ഈശോ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടയിൽ വീണ്, കമഴ്ന്ന് വീണ്, നിലത്ത് വീണ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം ഏറ്റെടുക്കാൻ പോയ വേദനയും സങ്കടങ്ങളും അതെല്ലാം ഈശോയ്ക്ക് നേരിടാനുള്ള കൃപ ദൈവം കൊടുത്തു. നമ്മൾ ആ വചനഭാഗത്തിൽ വീണ് നമ്മൾ മുമ്പോട്ട് പോയിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം ഞാൻ ആദ്യം പറഞ്ഞ 22-ാം അധ്യായം 39 മുതൽ 44 വരെയുള്ള വചനങ്ങൾ വായിക്കും, നിങ്ങൾ കാണാൻ പറ്റും. തുടർന്ന് നമ്മൾ കാണുന്നത്, ഈശോയെ സഹായിക്കുവാൻ സ്വർഗത്തിൽ നിന്നും ദൂതൻ വന്ന് ഈശോയെ സ്നേഹിച്ചു, അല്ലെങ്കിൽ ഈശോയെ ആശ്വസിപ്പിച്ചു എന്ന് നാം വചനം കാണുന്നുണ്ട്. ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവവേദിയിൽ അപ്പോൾ തന്നെ ഈശോ സഹായിക്കും. ഈശോയുടെ അനുഗ്രഹത്തിന് നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ലേശത്തോടും കണ്ണുനീരോടും കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരും. ബഹുമാനപ്പെട്ട സാംസർജനോട് കർത്താവ് ഇന്ന് നമ്മൾക്കത് പങ്കുവെച്ച് തന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കർത്താവിന് സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കണം. അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഓരോ വെള്ളിയാഴ്ചയും ഓരോ ശനിയാഴ്ചയും എത്രയോ ആളുകളാണ് അവരുടെ ജീവിതത്തിലെ ഞെരുക്കത്തിൽ കണ്ണുനീരോടെ വേദനിച്ച് കരഞ്ഞു, കർത്താവ് ഇടപെട്ടു എന്ന് പറഞ്ഞ് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഷാൻഡോ എന്ന് പറഞ്ഞൊരു മകൻ ജീവിതത്തിൽ വേദന കൊണ്ട് ഒരു വിധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം ഈ അട്ടപ്പാടി മലയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉത്തരം കൊടുത്തൊരു സംഭവം. എൻ്റെ പേര് ഷാൻഡോ, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടേക്ക് വരാനുള്ള കാരണം എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ്. ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ട് കുറേ കാലമായി ശ്രമിക്കുന്നു. അപ്പോൾ അതൊന്നും ശരിയാവുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അപ്പച്ചൻ 4 വർഷമായിട്ട് തെങ്ങുമേന്ന് വീണ് തളർന്നെടുക്കുകയാണ്. അനിയനൊരു ജോലി ആയിട്ടില്ല, അവന് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെയാണ്. അമ്മ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. പെങ്ങളെ കെട്ടിച്ചു വിട്ടു. ഞാൻ എൻ്റെ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് വീട് കഴിഞ്ഞു പോന്നിരുന്നത്. അപ്പോൾ നല്ല ജോലിയൊന്നും ആവാത്ത കാരണം കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂ ഒന്നും പാസ്സാവുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങളെ പറഞ്ഞു, ഇങ്ങനെ 16-ാം തീയതി എല്ലാ മാസവും അവർ വരാറുണ്ട്, അച്ഛനാണ് ലീഡർഷിപ്പായിട്ട് കൊണ്ടുവരിക, ഇവിടേക്ക് എല്ലാവരും കൊണ്ടുവരും, എന്നിട്ട് ധ്യാനം കുടിക്കും, അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനും വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും വന്നു. അങ്ങനെ വന്ന് ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, ഞാൻ നിന്ന് കരയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാരണം ജീവിതത്തിൻ്റെ ദുഃഖഭാരങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ പറയുമ്പം പ്രാർത്ഥനയില്ല, കരച്ചിൽ മാത്രമായി. അങ്ങനെയായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ നേരത്ത് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കി കഴിയുമ്പോൾ ഇവിടെ ഒരു നിറച്ച ആൾക്കാരാണ്, ഒരു പറ്റ ആളുകൾ. എനിക്ക് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോയപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ വന്നിട്ട് ചോദിച്ചു, എൻ്റെ അമ്മയുടെ ആങ്ങളെ ചോദിച്ചു, എവിടെ നീ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനെ കാണാൻ വലിയ വേന തിരക്കാന്ന് പറഞ്ഞു. നിറച്ച് പെൺപിള്ളേരായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, അതൊന്നും നോക്കണ്ട, നീ അവിടെ ചെന്നോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ ഇടിച്ച് കയറി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അച്ഛനെന്നെ ബാക്കി എല്ലാവർക്കൊക്കെ തലയിൽ ഇങ്ങനെ തൊട്ട് പോകുമായിരുന്നു. അപ്പം എന്നെ കണ്ടു കഴിയുമ്പോൾ അച്ഛൻ എന്നെ പിടിച്ച് എൻ്റെ പാസ്പോർട്ടുമേ
കൈ വെച്ച് പ്രാർത്ഥിച്ചു, തലയിൽ തൊട്ട് ബ്ലസ് ചെയ്തു. കുറേ നേരം പ്രാർത്ഥിച്ചു എൻ്റെ ധൈര്യമായിട്ട് പൊക്കോളം പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു 11 ലക്ഷം രൂപ കടായിരുന്നു വീട് പണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ റിസൾട്ട് വന്ന് പറഞ്ഞത് ആ 11 ലക്ഷം അടയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് ആ ലോൺ അപ്പം തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത് ക്ലോസ് ചെയ്തു. നീ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട, വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് കർത്താവ് അത് ക്ലോസ് ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞു, കുരിശിൻ്റെ വഴിക്ക് ഞങ്ങൾ താഴെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ മോനെ രക്ഷിക്കണം, അവൻ വഴി കുറേ പിള്ളേർ രക്ഷപ്പെടും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ എങ്ങനെ വേറെ പിള്ളേർ രക്ഷപ്പെടും പേടിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂ എറണാകുളത്ത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദുബായിൽ ബീച്ച് ലൈഫ് ഗാർഡായിട്ട് എനിക്ക് ജോലി കിട്ടി. ദുബായിൽ ജോലി കിട്ടി. പിന്നെ ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അണ്ടറിൽ വേറെ പിള്ളേരുണ്ടെങ്കിൽ അവരും കൂടി ട്രെയിനിങ് കൊടുത്ത് അവിടേക്ക് ജോലിക്ക് ആക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സാറുമാർ പറഞ്ഞു, ഇപ്പം അതിനും പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുക 10-30 പിള്ളേർക്ക്. ഇവൻ്റെ കീഴിൽ, നിൻ്റെ കീഴിൽ ഇപ്പോൾ ഇപ്പോൾ കർത്താവ് ഇവനെ എങ്ങനെ ഉയർത്തി നോക്കി. ഇവൻ്റെ കീഴിൽ 10-30 പേർക്ക് പ്രാക്ടീസ് കൊടുത്ത് അവരെ കൂടെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ ജോലിക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു വാക്കിൻ്റെ പുറത്ത് 2 പിള്ളേരെ എൻ്റെ ഒപ്പം തന്നെ കയറ്റി വിടുകയാണ്. ഇപ്പോൾ അവർ ദുബായിൽ ജുമൈറ ബീച്ചിലാണ് ജോലി കിട്ടിയാണ്, ബീച്ച് ലൈഫ് ഗാർഡായിട്ട്. കർത്താവ് നോക്കി ആ തടസ്സങ്ങളുടെ ജോലിയുടെ മേഖല ഉണ്ടായിരുന്നു, തടസ്സങ്ങളുടെ മാറ്റി അനുഗ്രഹിച്ചു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇവന് ജീവിതത്തിൻ്റെ ഭാരനിമിത്തം ഉറങ്ങാനൊന്നും പറ്റണില്ല. ഇവന് കരഞ്ഞ് നിലവിളിച്ച് അന്ന് പ്രാർത്ഥിച്ച് അല്ലേ. ഞാനിവിടെ ആരാധന നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ചെറിയ വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു 53 മണി വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇവിടുന്ന് പോയി, ഞാൻ ഇവിടുന്ന് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് പോണേ. അപ്പോൾ അവിടെ ചെന്ന് കൽക്കുരിശിൻ്റെ അവിടെ ഞാൻ ചൊല്ലി തുടങ്ങിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആരാധന തുടങ്ങി ഇവിടെ. അപ്പോൾ അവിടെ എത്തിച്ച് തീർക്കണോ അതോ ഇങ്ങോട്ട് പോരണോ എന്നുള്ള പേടിയായിട്ട് നിന്നു. പക്ഷെ ഞാൻ അത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ഞാൻ അത് തീർത്തിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ തിരക്ക് കൂടിയേ. പക്ഷെ അവിടെ എനിക്ക് പേടിക്കാനൊന്നും ഉണ്ടായില്ല, എല്ലാ കാര്യവും എനിക്ക് ദൈവം നടത്തി തന്നു. ഇപ്പൊ സമാധാനം മാറി കുറച്ച് പുറകോട്ട് മാറി നിന്ന്. അപ്പോൾ കൂട്ടത്തിൽ വന്നവർ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞപ്പോഴേന്ന് പറഞ്ഞു ഇല്ലില്ല, അച്ഛനെ കണ്ടിട്ടില്ല, അവിടെ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ വന്ന അച്ഛൻ പറഞ്ഞു അല്ലേ, നേരെ ഇതിനെ കൂടി ഇടിച്ചങ്ങ് മുമ്പിലേക്ക് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ അച്ഛൻ്റെ അടുത്തെത്തി. അപ്പോൾ അതിനു മുമ്പ് അച്ഛന് ചിലരെ കൈവച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും അച്ഛൻ ചിലർക്ക് ഭയങ്കര വേദനയുള്ളവരെ ഈശോ പറയും കുറച്ചും കൂടെ പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ നമുക്ക് ഇവനെ നിൻ്റെ പേരെന്നാ? എൻ്റെ പേര് ഷാൻഡോ. ഷാൻഡോനെ കണ്ട പറഞ്ഞു ഇങ്ങോട്ട് വാ മോനെ, നിന്നെ കാത്തിരിക്കുക എല്ലാവർക്കും എന്ന് പറഞ്ഞ് കൈ വെച്ച് ശരിക്കും അവിടെ പ്രാർത്ഥിച്ച് ഇല്ലേ. കുറച്ച് നേരം എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ തൊട്ട് പോകുമായിരുന്നു. ഞാൻ ഇടിച്ചു കയറിയാണ് എന്നോട് വിളിച്ചു അടുത്തേക്ക്. അപ്പോൾ ഞാൻ തൊട്ട് പിടിച്ചിട്ട് പാസ്പോർട്ട് വെച്ചിട്ട് പ്രാർത്ഥിയായിരുന്നു. അപ്പോൾ പാസ്പോർട്ട് മുഴുവൻ പ്രയോജനപ്പെടുത്തി പറഞ്ഞ് പിന്നെ ഒരു പ്രാർത്ഥനയും ബഹളമൊക്കെ നടത്തി. കഴിഞ്ഞ മാസം 16-ാം തീയതി. കഴിഞ്ഞ മാസമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നോക്കി 30 പേരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക ദുബായിക്ക് കൊണ്ട്. കഴിഞ്ഞ മാസം വരുമ്പോൾ ഇവൻ തന്നെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കായിരുന്നു. എന്തൊരു ചെയ്യേണ്ടതെന്നൊരു പിടിയിലാണ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പിടിപിടുന്നു. കർത്താവ് അപ്പോഴത്തേന് പെട്ടെന്ന് മാറ്റിമറിച്ച് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. 9 ആ ചെന്ന ഒരാഴ്ചകളിൽ ആ ബാങ്കിലെ കട മുഴുവനും അങ്ങോട്ട് ക്ലോസ് ചെയ്ത്. എന്ത് പറഞ്ഞ് അടയ്ക്കേണ്ട കംപ്ലീറ്റ് ഇനി ആ കാര്യം ചിന്തിക്കാം അല്ലേ. ക്ലോസ് ചെയ്തില്ലേ? അതെല്ലാം ക്ലോസ് ചെയ്ത് തന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഈ സമയം നമ്മുടെ ഓരോരുത്തരുടെ ദുഃഖങ്ങൾ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് ത്യാഗത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം ഈശോയുടെ സന്നിധിയിൽ മുട്ടുകുത്തി നിൽക്കാം. ഓരോ രോഗികളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ വേദനയിലും കഷ്ടതയിലിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. സാമ്പത്തിക തകർച്ച വന്ന് കണ്ണുനീരിലായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. വിദ്യാർത്ഥിനികളുടെ സങ്കടങ്ങൾ സമർപ്പിക്കുന്നു. യേശുവേ, എൻ്റെ രക്ഷക, ഇന്ന് എൻ്റെ നിലവിളി കേട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. ഇന്ന് എൻ്റെ നിലവിളി കേട്ട് എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ. 2 കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തുക. മക്കൾ എത്ര വേദനയോടെ പ്രാർത്ഥിക്കുക. ഈ സമയം രോഗമുള്ള മേഖലകളിൽ കൈകൾ വെച്ച് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക.
കുടുംബത്തിൽ രോഗികളായ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളുടെ മേൽ കൈകൾ വെച്ചപ്പോൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഇപ്പോൾ ഈ സമയം തന്നെ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. കേൾക്കണമേ.